നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. വർഷങ്ങളായിട്ട് കാലുവേദന, നട്ടെല്ല് വേദന, നരമ്പ് രോഗം, മീൻസ് നരമ്പിൻ്റെ വെയിൻ, ന്യൂറോ, വേറെ ഒന്നുമല്ല. അങ്ങനെ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരുപാട് ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് ടെസ്റ്റിലൊന്നും കംപ്ലൈൻ്റ് ഇല്ല, മെഡിസിൻ കഴിച്ചിട്ട് റെഡിയാവുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടും യാതൊരു പ്രശ്നമില്ല. എങ്കിൽ പോലും ഈ നട്ടെല്ല് വേദനയും കാലുവേദനയും ഈ നരമ്പ് രോഗവും ഒന്നും മാറണില്ല. അപ്പോൾ അതായത് മെഡിക്കൽ പരമായിട്ട് നോക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവമാണ്, ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ എല്ലാ മതസ്ഥർക്കും പോവാം, ആ സ്ഥലമാണ്. പക്ഷെ 3 പ്രാവശ്യം പോകണം, വീഡിയോ സ്കിപ്പ് ചെയ്യൽ. അതായത് സപ്പോസ് നമ്മളിപ്പം നട്ടെല്ല് കാലുവേദന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റെഡിയാവുന്നില്ല, ടെസ്റ്റിലെല്ലാം നോർമൽ. പക്ഷെ എന്തുകൊണ്ട് ഈ വേദന വന്നു? വിശ്വാസമുള്ളവർ മാത്രം പോയാൽ മതിയേ. അപ്പം ഞാൻ എൻ്റെ ഒരു വയസ്സായ ഒരാളാണ്, പുള്ളിക്കാരൻ്റെ കെയർ ഓഫിലാണ് ഞാൻ പോയത്. ഇപ്പോഴില്ല, വർഷങ്ങളായ 3 പ്രാവശ്യം പോകണം. അവിടുത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അവിടുത്തെ കാണിക്ക ചെരുപ്പാണ്. ഭഗവാന് നിവേദ്യം കൊടുക്കുന്നത് മട്ടൻ ബിരിയാണിയും അവിച്ച മുട്ടയും കോഴി പൊരിച്ചതും. ഇതെനിക്ക് പറയാം, യൂട്യൂബർമാർ ആരെങ്കിലും ഈ വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ പോകണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളും പറഞ്ഞുതരാം. ഞാൻ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഈ ചാനലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിശ്വാസമുള്ളവർ മാത്രം പോയാൽ മതി. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളും, കാല് പെയിനായിട്ട് ആളിങ്ങനെ പറഞ്ഞു. ഇത് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തിരുച്ചെന്തൂർ പോകുന്ന വഴിയിൽ ചെട്ടിയാൻകുടിയിൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സൂപ്പർ ക്ഷേത്രം എന്ന് വെച്ചാൽ വെറൈറ്റി. അവിടുത്തെ പ്രതിഷ്ഠ തിരുപ്പതി പ്രതിഷ്ഠ എന്നാണ് പറയണത്. അങ്ങനെ ഞാൻ പോയി ശില്പച്ചെരുപ്പില്ലേ, അതാണ് അവിടെ നമ്മൾ ഭഗവാന് കാണിക്കാക്കി വയ്ക്കേണ്ടത്. അവിടെ നമ്മൾ ചെല്ലുന്നു. വ്രതമൊന്നും പിടിക്കണ്ട, നോൺ വെജ് ക്ഷേത്രമാണ്, വെറൈറ്റി ക്ഷേത്രം കേട്ടോ. ഇങ്ങനെയും ക്ഷേത്രങ്ങളുണ്ടെന്ന് ഞാൻ നെക്സ്റ്റ് മന്ത് പോകുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രം പോയാൽ മതി. അപ്പോൾ ഈ ചെരുപ്പ് നമ്മൾ ഫുള്ള് തലയ്ക്കൊഴിഞ്ഞ് ഫുള്ള് ബോഡിയിൽ ഒഴിഞ്ഞിട്ട് ഭഗവാന്റെ നടയിൽ അവിടെ കുറേ ചെരുപ്പടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെരുപ്പ് അവിടെ കൊണ്ടുവയ്ക്കും. വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ വേദന, അത് ഭഗവാൻ ഈ ചെരുപ്പ് ഇട്ടിട്ട് നടന്ന് അടുത്ത വർഷം ആ സമയമാകുമ്പോൾ ആ ചെരുപ്പ് തേഞ്ഞിരിക്കുമെന്നാണ് അവിടുത്തെ വിശ്വാസം. അങ്ങനെ ഞാൻ 3 വട്ടം പോയി. സാധാരണ നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ വേദന എങ്ങനെ വരുന്നു? അങ്ങനെ ഞാൻ 3 വട്ടം ചെയ്ത് എനിക്ക് മാറി. വിശ്വാസമുള്ളവർ മാത്രം പോകാൻ മതി. ഇപ്പോഴും പറയാം, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എന്ത് മതസ്ഥർക്കും അവിടെ പോവാം. പിന്നെ നമ്മളെ ആഗ്രഹങ്ങൾ, നമ്മളെ ഈ അസുഖമൊക്കെ മാറുന്ന സമയത്ത് അവിടെ ആൾക്കാർ ഈ ആടും കോഴിയൊക്കെ കൊണ്ടുവന്ന് കറി വെച്ച് കഴിച്ച് അങ്ങനെ ഒരിക്കൽ പോയപ്പം ഇവർ ഫാമിലിയോടാണ് വരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഫാമിലിയോട് ചുറ്റിയിരുന്ന് ഫുഡ് മട്ടൻ കറിയും ചോറും കഴിച്ചു. അങ്ങനെ ഭഗവാൻ തൊഴാൻ്റെ അകത്ത് കയറിയപ്പോൾ അവിടെ നിവേദ്യം അവിച്ച മുട്ട, മട്ടൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, അതാണ് ഭഗവാൻ അവിടെ നിവേദിക്കുന്നത്. ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടു. അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങൾ എൻ്റെ ഇല്ല. പക്ഷേ നിങ്ങൾ കുടിയിൽ, അതായത് തിരുപ്പതി പോകുന്ന റൂട്ടാണ്. അപ്പം നിങ്ങൾ തിരുപ്പതി പ്ലാൻ ചെയ്ത് പോകണമെങ്കിൽ തിരുപ്പതി പോയിട്ട് തിരിച്ച് വരണ വഴിയിൽ ഇറങ്ങണം. എന്ന് വെച്ചാൽ ഇവിടെ നോൺ വെജാണ്, മനസ്സിലാവണ്ട. അപ്പം ഇവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ ചെരുപ്പ് കുത്തി എന്നുള്ളൊരു കേട്ടരുണ്ടല്ലോ, അപ്പോൾ അവരെ ക്ഷേത്രമായിരുന്നു. അപ്പം അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്നാണ് അവിടുത്തെ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ അവിടെ ഉത്സവത്തിന് ഈ പന്നി ഇറച്ചി വെച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ പന്നി ഇറച്ചി വയ്ക്കാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ അനുഗ്രഹം ഉണ്ടായ വ്യക്തി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ പന്നി ഇറച്ചി കുഴിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ കുഴിയെടുത്ത് ഈ പന്നി ഇറച്ചി കവറിൽ കെട്ടി കുഴിച്ചിട്ടു. അങ്ങനെ ആ 1 വർഷം കഴിഞ്ഞു. അടുത്ത വർഷം അതേ ടൈമിൽ ഇങ്ങനെ അനുഗ്രഹം ചെയ്യുന്ന സമയത്ത് അവിടെ അന്നദാനം ഉണ്ടാവല്ലോ. അപ്പം പറഞ്ഞു, അന്ന് കുഴിച്ചിട്ട് ആ പന്നി ഇറച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ ഞെട്ടി. അയ്യോ, ഇങ്ങനെ 1 വർഷമായി, അതെല്ലാം പോയി നശിച്ച് കാണും. അങ്ങനെ അവർ അവിടെ നിന്ന് കുഴിച്ചെടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
പൊള്ളുന്ന പന്നിയിറച്ചി, ചൂട് ഇതുവരെ പോയിട്ടില്ല. അതാണ് അവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ചാൽ. നിങ്ങളൊന്ന് വെറുതെ നിങ്ങളെന്തായാലും യാത്ര പോകുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വ്രതവും കാര്യങ്ങളൊന്നും വേണ്ട. ചെല്ലുക, ചെരുപ്പ് തലക്കൊഴിഞ്ഞ് നമ്മൾക്ക് എവിടെയാണ് പെയിൻ ഉള്ളത് അവിടെ ഒഴിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുക. പിന്നെ അവിടെ മട്ടൻ കറി കൂട്ടി ഊടും കാര്യങ്ങൾ അന്നദാനം കാണും. അങ്ങനെ 3 വട്ടം ചെയ്യുക, ഫലം ഉണ്ടാവും. ഇപ്പം എൻ്റെ ഒരു വിശ്വാസമാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫലം ആവോ എന്ന് എനിക്കറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ 3 വട്ടം ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു യാത്ര, തിരുച്ചെന്തൂർ യാത്രയും കാര്യങ്ങളും ഇവിടെയും ക്ഷേത്രത്തിൽ കൊള്ളാം, നല്ല വൈബാണ്. ഒന്ന് ചെയ്തു നോക്കൂ. അതായത് മെഡിക്കൽ സയൻസിന് പോലും മാറ്റാൻ കഴിയാത്ത പല അസുഖങ്ങളും നമുക്ക് ദൈവികമായിട്ട് മാറിയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ഉണ്ടാവാം, ഓരോ വിശ്വാസമല്ലേ. അപ്പോൾ എല്ലാ മതസ്ഥർക്കും പോവാം, എൻ്റെ ജാതി ഇന്ന മതമൊന്നുമില്ല, പോവാം, ഇതൊന്ന് ചെയ്തു നോക്ക്. അപ്പം ഞാൻ അടുത്ത മാസം ഞാൻ പോകുന്നുണ്ട്, ആ സമയത്തിന് ഡീറ്റെയിൽസ് വീഡിയോ ഇടാം. അപ്പോൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, നല്ല സൂപ്പർ ക്ഷേത്രമാണ്. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തു. ലൊക്കേഷൻ നമ്മൾ തിരുച്ചെന്തൂർ പോകുന്ന വഴിയാണ്. എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ വേണം നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം മിക്കവാറും അറിയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു യൂട്യൂബർമാർ ഈ വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ കൂട്ടരെ, താങ്ക് യു.